പ്രോക്സിമ സെഞ്ചുറി എന്ന നക്ഷത്രം. ഞാൻ ഈ പറഞ്ഞതുപോലെ നക്ഷത്രം വളരെ ചെറുതാണ്. അതിനൊരു ഗ്രഹമുണ്ട്, പ്രോക്സിമ സെഞ്ചുറി ബി. അത് ഹാബിറ്റബിൾ സോണിലുമാണ് നിലനിൽക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ഗതിയും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ. എന്താ ചെയ്യുക? അപ്പോൾ നിങ്ങൾക്ക് തോന്നും നക്ഷത്രം ഒരുപാട് വലുതായാൽ സീനില്ല എന്ന്. അതും തെറ്റാണ്. നക്ഷത്രം വലുതായാൽ അതിന് ആയുസ് വളരെ കുറവായിരിക്കും, പെട്ടെന്ന് നശിച്ചു പോകും. അതിൻ്റെ ഹാബിറ്റബിൾ സോണിൽ ഒരു ഗ്രഹമുണ്ടെങ്കിൽ അതിലൊരു ജീവനുണ്ടായൊന്ന് വികസിച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും ആ നക്ഷത്രം നശിക്കും, കൂടെ ആ ഗ്രഹവും അതിലെ ജീവജാലങ്ങളും. ഒരിക്കലും അതിൽ ഭൂമിയിലുള്ളതുപോലെയുള്ള വലിയ ബഹുകോശ ജീവികൾ കാണാൻ സാധ്യതയില്ല. ഇനി ബഹുകോശ ജീവികൾ ഉണ്ടെങ്കിലും മനുഷ്യനെ പോലെ ഒരു ഇൻ്റലിജൻ്റായ ജീവവിഭാഗം ഉണ്ടാകാൻ 1% പോലും ചാൻസ് കുറവാണ്. അതിന് കാരണം അത്രയും സങ്കീർണമായൊരു ജീവവിഭാഗം ഉണ്ടാകാൻ പല കോടിക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. ഒരുപാട് വലിയ നക്ഷത്രങ്ങൾക്ക് അത്രയും കാലം നിലനിൽക്കാൻ പറ്റില്ല. അതിനു മുൻപ് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാകും.